ഒരു പഴയ വീടിൻ്റെ അടുക്കള. അന്തരീക്ഷത്തിൽ മങ്ങിയ വെളിച്ചം മാത്രം. കൈറോയുടെ ചിന്താഭാരമുള്ള മുഖം നോട്ട്ബുക്കിന് മുകളിൽ കാണാം. നോട്ട്ബുക്കിൽ ശാസ്ത്രപരമായ ഡയഗ്രമുകൾ വരച്ചിട്ടുണ്ട്. അമ്മ പച്ചക്കറികൾ അരിയുന്നു. കൈറോ, നിന്റെ വെളിച്ചം, തിയറിയെക്കുറിച്ചുള്ള അസൈൻമെൻ്റ് എനിക്ക് മനസ്സിലാകില്ല. പക്ഷേ എനിക്കറിയാം, ഈ നഗരത്തിലെ വെളിച്ചം കുറഞ്ഞുപോയി. ഇരുട്ടിന് ഒരു പ്രത്യേക കനം വന്നതുപോലെ. കൈറോ അസ്വസ്ഥതയോടെ ചുറ്റും നോക്കുന്നു. ഒരു ബൾബ് ക്ഷീണിതമായി മിന്നിക്കൊണ്ടിരിക്കുന്നു. കൈറോ, അമ്മ പറഞ്ഞത് ശരിയാണ്. ഇത് സാധാരണ പവർ കട്ടല്ല. ഏതോ ഒരു ശക്തി ഈ ഊർജത്തെ വലിച്ചെടുക്കുന്നു. അമ്മ സ്നേഹത്തോടെ കൈറോയുടെ തോളിൽ കൈവെക്കുന്നു. ആ നിമിഷം ദൂരെ നിന്നൊരു തീവ്രമായ മുഴക്കം കേൾക്കുന്നു. അത് ഭൂമിക്കടിയിൽ നിന്നോ ആകാശത്തിൽ നിന്നോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ജനലുകൾ ശക്തമായി കുലുങ്ങുന്നു. അമ്മ, എന്താണിത്? ഭൂമി കുലുക്കമാണോ? മുഴക്കം നിലയ്ക്കുന്നതിന് മുൻപേ ഭീകരമായ മറ്റൊരു ലോകത്തെ പ്രകാശം ജനലിലൂടെ വീടിനുള്ളിലേക്ക് അടിച്ചു കയറുന്നു. വീട്ടിലെ ട്യൂബ് ലൈറ്റ് കടുപ്പമേറിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നു. ചുറ്റും ഇരുട്ടിലാകുന്നു. കൈറോ ഭയത്തിൽ നിന്ന് ഉണർന്ന്, അമ്മേ, പുഴയുടെ ദിശയിൽ നോക്കൂ. കൈറോ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. പുഴയുടെ ദൂരെയുള്ള തീരത്ത് പുകയുന്ന ഒരു ചുവന്ന പ്രകാശവലയം കാണാം. ആ പ്രകാശം കണ്ടിട്ട് കൈറോയുടെ മുഖത്ത് ആകാംക്ഷ നിറയുന്നു. കൈറോ സ്വയം, പതിയെ ഇത് ഞാൻ പഠിച്ച ഒരു ഊർജരൂപമല്ല എന്ന് അവൻ സ്വയം വിചാരിച്ചു ഉറങ്ങാൻ കിടന്നു. പുലർച്ചെ 4 മണി. നേരിയ നീല കലർന്ന വെളിച്ചം. പുഴയുടെ തീരത്ത് കൈറോ ഓടിയെത്തുന്നു. അയാളുടെ മുഖത്ത് ഉറക്കച്ചടവില്ല, പകരം തീവ്രമായ ലക്ഷ്യം മാത്രം. കൈറോ ആ പ്രകാശഗോളം പതിച്ച സ്ഥലത്തേക്ക് നടക്കുന്നു. അവിടുത്തെ മണ്ണ് ചാരനിറത്തിൽ തിളങ്ങുന്നു. പുഴയിലെ വെള്ളം നേരിയ അളവിൽ നീലയായി തിളങ്ങുന്നുണ്ട്. കാറ്റുപോലും ശാന്തമാണ്. കൈറോ ആഘാതത്തിൻ്റെ മധ്യഭാഗത്തേക്കെത്തുന്നു. അവിടെ നിലത്തൊരു ചെറിയ കല്ല് പോലെ മിന്നുന്ന കറുത്ത ഉൽക്കാശിലയുടെ കഷ്ണം കിടക്കുന്നു. അതിൽ നിന്ന് നേരിയ നീരാവി ഉയരുന്നു. കൈറോ പേടിയോടെ കൈനീട്ടുന്നു. അവൻ്റെ വിരൽ ആ തണുത്ത ഉൽക്കാശിലയിൽ തൊടുന്ന നിമിഷം ചുറ്റുമൊരു മിന്നൽ വെളിച്ചം. ഉൽക്കാശിലയിൽ നിന്ന് ഒരു അതിവേഗത്തിലുള്ള പ്രകാശരശ്മി കൈറോയുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്നു. ഒരു ശക്തിയുടെ കൊടുങ്കാറ്റ് അവനിലൂടെ കടന്നുപോകുന്നു. അവനെ ഒരു അദൃശ്യ ശക്തി പുറകിലേക്ക് വലിച്ചെറിയുന്നു. കൈറോ നിലത്തു വീഴുന്നു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു. കൈറോയുടെ ഹൃദയമിടിപ്പ് വളരെ വേഗത്തിൽ കേൾക്കാം. അവൻ്റെ ശരീരത്തിന് ചുറ്റും നേരിയ ഒരു വെളുത്ത പ്രഭാവലയം രൂപപ്പെടുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം കൈറോ ഞെട്ടലോടെ എഴുന്നേൽക്കുന്നു. അവൻ്റെ ശരീരം പുതുമയുള്ളതും ശക്തിയുള്ളതുമായി തോന്നുന്നു. അവൻ അറിയാതെ തന്നെ കൈവെള്ളയിൽ ഒരു ചെറിയ പ്രകാശത്തിൻ്റെ അംശം തിളങ്ങുന്നു. കൈറോ ശക്തമായ ശ്വാസമെടുത്ത്, ഇതെന്താണ്? എൻ്റെ ശരീരം തീ പിടിച്ചതുപോലെ. അവൻ ചുറ്റും നോക്കുന്നു. അവൻ്റെ ഉൽക്കാശില അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. വെളിച്ചത്തിൻ്റെ ശക്തിയുടെ ആദ്യ വിത്ത് അവനിൽ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കൈറോ ഭയവും കൗതുകവും കലർന്ന ഭാവത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്നു.